അസ്സലാമലൈക്കും. ഞാനൊരു 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കണം. ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതിലേക്ക് കറിവേപ്പില ചെറിയ ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം ചെറിയ ചെറിയ പീസാക്കണം. മല്ലിയില ചെറിയ ചെറിയ പീസാക്കിയത്, പച്ചമുളക് 2 ചെറിയ പീസാക്കിയത്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. നല്ലോണം മിക്സാകണം എല്ലാം കൂടിയിട്ട്. എത്രത്തോളം മിക്സാക്കുന്ന അത്രത്തോളമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. നല്ലോണം മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ തവ വെച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം. 1 ടീസ്പൂൺ എണ്ണ മതി, വെളിച്ചെണ്ണ. എന്നിട്ടത് ചൂടായാൽ അതിലേക്ക് ഈ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ ഫ്രൈ ആക്കിയൊന്നും വേണ്ട, ഒന്ന് മറിച്ചിടുകയേ വേണ്ടൂ. ഉണങ്ങരുത്, ഇതുപോലെ തന്നെ കിട്ടണം. ഇനി ഓഫ് ചെയ്യാം. ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് കുറച്ച് വിതറി കൊടുക്കാം. കുരുമുളക് പൊടിച്ചത്. ഇനി ഇത് നമുക്ക് കട്ടാക്കി എടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് കട്ടാക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് കട്ടാക്കി എടുക്കുന്നത്. കായ് വരുടെ ഷേപ്പിലാക്കി എടുക്കാം, ഏത് സ്ക്വയർ ഷേപ്പാക്കി എടുക്കാം, ഏത് ഷേപ്പിലും ആക്കി എടുക്കാം. ഞാനിതുപോലെയാണ് ആക്കിയെടുക്കുന്നത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എല്ലാം കൂടി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 കയ്യിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദമാവ് എടുക്കാം. പക്ഷെ കടലമാവാണ് ഈ ബജിക്ക് കൂടുതൽ ടേസ്റ്റ്. ഈ 3 മുട്ടക്ക് ഈ 2 കയ്യിൽ കടലമാവ് കറക്റ്റാണ്. അതിൻ്റെ മുകളിലേക്കും പോകരുത്, താഴേക്കും പോകരുത്. ഞാൻ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സോഡക്കാരോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഇതിൽ 2 ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ലോണം പൊങ്ങി വരും. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കണം, കട്ടയൊന്നുമില്ലാതെ. അടിപൊളി സ്നാക്കാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലൂസാക്കാനും പാടില്ല, നല്ലോണം തിക്കാക്കാനും പാടില്ല. പക്ഷെ നമ്മളെ കായ് പൊരിയിലും പൊരിക്കുന്നില്ലേ, അതുപോലത്തെ ഒരു കൂട്ടായിരിക്കണം. എൻ്റെ മറ്റ് വീഡിയോസും കാണാൻ മറക്കരുത്. ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. ഇത്രയേ വേണ്ടൂ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. മാവിലേക്ക് മുട്ട പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായി എടുത്തിട്ട് കടലമാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ലോ ഫ്ലെയിമിലാക്കരുത്, എണ്ണ കുടിക്കും. ഏത് സ്നാക്കും അങ്ങനെ തന്നെ. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ചു മറിച്ചുവിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. 2 ഭാഗം ഒരുപോലെ ലൈറ്റ് ബ്രൗൺ നിറമായി വന്നാൽ നമുക്ക് എടുത്തു മാറ്റാം. ചൂടോട് കൂടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടെ വേണ്ട, ഇതേ വേണ്ടൂ. നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുന്നേ എല്ലാം ആക്കി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. തണുത്താലും സാരമൊന്നുമില്ല, പക്ഷെ ചൂടോട് കൂടി പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. നമുക്ക് എണ്ണ വാരാൻ വെക്കാം. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ബാക്കി കൂടി അങ്ങനെ തന്നെ ചെയ്തെടുക്കണം. എല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ ഞാൻ. നല്ല ടേസ്റ്റാണ്. മുട്ട ബജി എന്നൊന്നും ആരും പറയില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മാത്രം. ഇതുപോലെ ഉള്ളുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു.